ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് സിനിമയായി വരാം. അപ്പോൾ അത് ഏതൊരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? ഇല്ല, ഇതിപ്പോൾ എഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അഖിൽ തന്നെ എഴുതുന്നുണ്ട്? ഞാൻ തന്നെ തിരക്കഥ എഴുതാൻ. ഒരു നോവല് സിനിമയാകുമ്പോൾ എന്താകും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അത് ഭയങ്കര വെല്ലുവിളിയാണ്. ഈ പുസ്തകം എത്രമാത്രം അക്സെപ്റ്റൻസ് ഉള്ള സ്ഥിതിക്ക് ഇതിനെ കവച്ചു വെക്കുന്നതായിരിക്കണം തിരക്കഥ. അതെ, അപ്പോൾ ആ ഒരു വെല്ലുവിളി എന്താണ്? അത് ഇത്തിരി കഷ്ടപ്പാട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ട്രിമ്മിങ് വരുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പോർഷൻ ആണെങ്കിൽ അത് പണി കിട്ടും. പിന്നെ ആഡിങ് ആണെങ്കിലും നമുക്ക് ലിമിറ്റേഷനുണ്ട്. എന്തായാലും നല്ലൊരു ചലഞ്ചാണ്, നന്നായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ കാസ്റ്റിംഗ് ആയിട്ടില്ല, എഴുത്ത് കഴിഞ്ഞിട്ട്. ഏതെങ്കിലും ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചോ ഈ ഇന്ന റോൾ ചെയ്യാൻ ഉള്ള? ഇപ്പോൾ ആക്ടേഴ്സ് പലരും വന്നിട്ട് ചുമ്മാ നമ്മൾ സൗഹൃദം ഉള്ളത് കൊണ്ട്, ഞാൻ 2018 വർക്ക് ചെയ്തുകൊണ്ട് പലരും അറിയാം. അപ്പോൾ വന്നിട്ട് ഞാനല്ലടാ റാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, എടോ മനുഷ്യ, ഇത് 10-23 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വേറെ ഇതായിരിക്കും. ആ ഒരു തമാശയുള്ളൊരു ഓക്കെ ഉള്ളു, അല്ലാതെ ഒന്നുമില്ല. എന്നത്തേക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും? ഇതിപ്പോൾ എഴുത്ത് നടക്കുകയാണ്. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഒരു ഓഡീഷനൊക്കെ വെച്ച് അതിൻ്റെ അകത്തൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമുണ്ട്, മല്ലി. അത് റിയലായിട്ട് ഓഡീഷൻ വെക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രം. നമുക്ക് ആ ഒരു കഥാപാത്രത്തിൻ്റെ പീക്ക് ലെവൽ നമുക്ക് കിട്ടണം അത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ആദ്യമേ അതിനുള്ള ഓഡീഷനും കാര്യങ്ങളും പിന്നെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ആയിട്ട്